നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നമ്മൾ ഇന്നലത്തെ റീഡിങ്സിൻ്റെ ബാലൻസ് ആയിട്ടാണ്. കറൻറ്റ്ലി ഇപ്പം നിങ്ങളോട് അവർക്കുള്ള ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടൊരു റീഡിങ്സ് ലഭിക്കണമെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷനിൽ വരാൻ പോകുന്ന മാറ്റം എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ മാറ്റം വരും. അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷനാണ്. അത് എഴുതും തോറും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ കണക്റ്റ് ചെയ്യുകയും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്ന് ചേരുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 10 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് കേട്ടോ. അവരൊരു ബർഡൻ ഇറക്കി വെക്കാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും കറൻറ്റ്ലി അവർ വല്ലാത്തൊരു ബർഡൻ എനർജിയിലാണ് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് കറൻറ്റ്ലി നിങ്ങളോടുള്ളൊരു തോട്ട്സ്, ചിന്ത എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ കയറ്റി വെച്ചിരിക്കുന്ന ചില ഭാരം അവർക്ക് ഇറക്കി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആവുകയോ അതല്ല എങ്കിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെയാണ് ഇപ്പോൾ കറൻറ്റ്ലി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൻ്റെ എനർജി കാണിക്കുന്നത് അവർക്ക് അവരുടെ ബർഡൻ ഇറക്കി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു ഹെൽത്തി റിലേഷനിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ നിങ്ങളോട് ഒരുമിച്ചൊരു ഹാപ്പി ഫാമിലി ആഗ്രഹിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങളെക്കുറിച്ച് അവർ ആഴത്തിൽ മനസ്സിലാക്കുന്നു. ഈ ഒരു റിലേഷനിൽ അവരെടുക്കാതെ പോയൊരു എഫേർട്ട്, അവർ ശരിക്കും പറഞ്ഞാൽ എഫേർട്ട് എടുക്കാതെ പോയൊരു എനർജി ആയിരുന്നു ഇന്നലത്തെ എനർജിയിൽ നമ്മൾ കണ്ടിരുന്നത്. ആ ഒരു എഫേർട്ട് എനർജി അത് അവർ കുറ്റബോധത്തോടു കൂടി നോക്കുകയും കൂടാതെ ഇതിനകത്ത് അവർ കൊടുത്തിരുന്ന എഫേർട്ട് എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോൾ കറൻറ്റ്ലി ബർഡനായിട്ട് തീർന്നിരിക്കുന്നു. അവർ കറക്റ്റായ രീതിയിലല്ല ഈ ബന്ധത്തിൽ നിലനിന്നത്, അല്ലെങ്കിൽ ഈ ബന്ധത്തിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുത്തതെന്നുകൂടി അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഒരു എഫേർട്ട് എടുക്കാൻ പറ്റാതെ പോയതിലും ചിലരെ സംബന്ധിച്ച് അവരെടുത്ത എഫേർട്ട് അത് അതിൻ്റേതായ രീതിയിൽ പ്രായോഗികമാകാൻ സാധിക്കാതെ പോയതിലുമൊക്കെ അവർക്ക് ശക്തമാകുന്ന കുറ്റബോധമുണ്ട്. അവരെ സംബന്ധിച്ച് നോക്കുമ്പം അവർക്കൊരു സമാധാനമില്ലായ്മയാണ്. മറ്റൊരു കാര്യങ്ങളിലേക്കും അവർക്ക് കണക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കൊരു സ്വസ്ഥമാകുന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോകാനോ പറ്റുന്നില്ല. എപ്പോഴും ഇമോഷണലി അവർ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുകയാണ്. മെയിനായിട്ട് അവരുടെ ഈഗോ അല്ലെങ്കിൽ ദേഷ്യം ഇതൊക്കെ അവർ എന്താ പറയുക കൺട്രോൾ ചെയ്യേണ്ടിയിരുന്നു, അല്ലെങ്കിൽ അവരുടെ ചിന്തകളെ, അവരുടെ ഇമോഷണൽ പരമാകുന്ന ഈഗോയെ കൺട്രോൾ ചെയ്യണമായിരുന്നു എന്നൊക്കെ അവരിപ്പോൾ കറൻറ്റ്ലി ചിന്തിക്കുന്നു. കുറച്ചൊക്കെ ഒന്ന് ആധികാരികമായി മനസ്സിലാക്കി പ്രവർത്തിക്കണമായിരുന്നു. എടുത്തുചാട്ടം അല്ലെങ്കിൽ ഈഗോ ഇതൊന്നും ഒരു ബന്ധങ്ങളും നിലനിൽക്കുന്നതിന് ഗുണകരമല്ല എന്നുള്ളതെല്ലാം ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് വേണ്ടത് ഒരു ഹെൽത്തി സിറ്റുവേഷൻസ് ആണ്, സമാധാനമാണ്. ശരിക്കും നിങ്ങളെ അവരിപ്പോൾ ഒരു പ്രഷ്യസ് എനർജിയിലാണ് കാണുന്നത്. ഒരു മദർഹുഡ് എനർജിയിലേക്ക് അവർ നിങ്ങളെ കാണുന്നുണ്ട്. കാരണം നിങ്ങൾ നൽകിയ പ്രസൻസ്, നിങ്ങളുടെ പ്രസൻസ്, സാന്നിധ്യം, അതുപോലെ നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, നിങ്ങൾ അവർക്ക് നൽകിയ ഉപദേശങ്ങൾ, ചില തിരിച്ചറിവുകൾ, നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പോസിറ്റീവ് ആകുന്ന ചില എക്സ്പീരിയൻസുകൾ, ഓപ്പർച്യൂണിറ്റീസുകൾ, ഇതെല്ലാം അവർ പൂർണ്ണമായിട്ടും കറൻറ്റ്ലി മനസ്സിലാക്കുകയും ഇപ്പം അവരെ സംബന്ധിച്ച് അവർ നിങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളെ ഒന്ന് കാണാനോ വിളിക്കാനോ നിങ്ങളെക്കുറിച്ച് അറിയാനോ വളരെയധികം ക്യൂരിയോസിറ്റി ഇപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നിങ്ങളെ പൂർണ്ണമായിട്ടും അവർ വാച്ചിങ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്നത് അവരിപ്പം ആഗ്രഹിക്കുന്നത് ഒരു സ്വസ്ഥമാകുന്ന
ഹെൽത്ത് പരമാകുന്ന ഹെൽത്തി സിറ്റുവേഷൻസ് ആണ്, സമാധാനപരമാകുന്നതും അവർക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുകയും അത് അവരെ സംബന്ധിച്ച് അവർക്ക് വല്ലാത്തൊരു ബർഡനായിട്ട് തീരുകയുമാണ് ചെയ്തിരിക്കുന്നത്. അവരോരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരിലെ തെറ്റ് അവർ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റ് അവർ മനസ്സിലാക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ സ്നേഹം ഒരു അബണ്ടൻസ് ആണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്ക് നൽകിയിരുന്ന സ്നേഹം അബണ്ടൻസ് ആണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. നിങ്ങൾ സ്നേഹിച്ചതുപോലെ അവരെ സ്നേഹിക്കുകയും നിങ്ങൾ അവരെ ഒരു കുടുംബമായിട്ട് ചേർത്ത് പിടിച്ചതുപോലെ ചേർത്ത് പിടിക്കാനും അവരുടെ ജീവിതത്തിൽ ഇപ്പം കടന്നുപോയ സമയങ്ങളിലൊന്നും അവർക്ക് ആരെയും കണ്ടെത്താൻ പറ്റില്ല. കാരണം അവരെ മനസ്സിലാക്കുന്ന, അവർക്ക് വാല്യൂ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻസും അവർക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം അവരെ മുതലെടുക്കുക, അവരെ മിസ്യൂസിങ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കുറവുകളെ എടുത്ത് കാണിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു വാല്യൂ റെസ്പെക്റ്റ് കൊടുക്കാത്ത രീതിയിൽ പെരുമാറുക, ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും ഹെൽത്തിയായ, ഏറ്റവും പോസിറ്റീവായ ഒരു അംഗീകാരം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ കറൻറ്റ്ലി അവർ ഒരു അബണ്ടൻസ് ആയിട്ട് കാണുന്നു, അവരത് തിരിച്ചറിയുന്നു. അവരുടെ മനസ്സ് അവർക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ശക്തമാകുന്ന ഒരു തിരിച്ചറിവിലൂടെ അവർ കടന്നു പോകുന്നു. അവർ ശരിക്കും ആക്ഷൻ എടുക്കാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, അത് മനസ്സുകൊണ്ടായിക്കോട്ടെ ശരീരം കൊണ്ടായിക്കോട്ടെ, ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് അവരെ ഇപ്പം വളരെ വേദനിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് വല്ലാത്ത ഒരു നഷ്ടബോധം, അതായത് ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് അത് ചെയ്തില്ല എന്നുള്ളൊരു കുറ്റബോധം ഇന്ന് അവരിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അവരുടെ കയ്യിൽ ഇരുന്നതും പോയി, ഉത്തരത്തിലിരുന്നത് കിട്ടിയുമില്ലാത്തൊരവസ്ഥയിൽ, ഒരു നിസ്സഹായതയിൽ അല്ലെങ്കിൽ നഷ്ടബോധത്തിൽ അവർ വളരെയധികം ശക്തമായൊരു വീഴ്ചയിലാണ്, ഇമോഷണൽ വീഴ്ചയിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ അവരുടെ മാനസികപരമായൊരു തകർച്ചയും ചുറ്റുമുള്ള എല്ലാ രീതികളിലും അവർക്ക് കോൺഫ്ലിക്റ്റുകൾ, തടസ്സങ്ങളും ഫസ്ട്രേഷൻ ഒക്കെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു പക്ഷേ അവരുടെ കരിയർ മേഖലയാവാം, അവരേറ്റവും കൂടുതൽ അവരുടെ സമയം സ്പെൻഡ് ചെയ്യുന്ന ഇടങ്ങളാവാം. ഒരുപാട് ആളുകളുടെ നെഗറ്റീവ് പ്രസൻസ് കൂടി ഇവരെ തളർത്തി കളയുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവരുടെ ജീവിതത്തിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്, കോമ്പറ്റീഷൻ, അവരോട് മത്സരിക്കുന്ന ചില സാഹചര്യങ്ങൾ മറ്റു വ്യക്തികളിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ ഇവരെ തടസ്സപ്പെടുത്തുന്ന, ഇവരെന്ത് കാര്യത്തിന് ആക്ഷൻ എടുത്താലും ഒരുപാട് തടസ്സങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട്, ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് പോലും ഉള്ള കാര്യത്തിൽ ശക്തമാകുന്ന തടസ്സങ്ങൾ വരുത്തുന്ന ചില എനർജികൾ, പുറമേയുള്ള ചില എനർജികളുടെ പ്രസൻസ് ഇവരെ വല്ലാതെ തളർത്തി ഒരു നിരാശയിലേക്ക് തള്ളിയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇവർക്കൊരു ജസ്റ്റിസാണ് വേണ്ടത്. അവരത് മനസ്സിലാക്കുന്നുണ്ട്, നീതി നടപ്പിലാക്കണം. അതായത് കൺഫ്യൂഷൻ എനർജിയിൽ വേണോ വേണ്ടയോ എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് വേണം, ഏത് സിറ്റുവേഷൻസിലൂടെ സഞ്ചരിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിൽ നിന്നും തീർച്ചയായിട്ടും ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് വരണം. കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കണമെന്ന് അവർ കറൻറ്റ്ലി ചിന്തിക്കുന്നുണ്ട്. ഇതിനകത്തൊരു തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ എനർജിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി പ്രസൻസ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്നും അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതും പ്രാധാന്യം കൊടുത്തതും, അതാണ് ഏറ്റവും മൂല്യവത്തായതെന്ന് ചിന്തിച്ചതും എല്ലാം തേർഡ് സിറ്റുവേഷൻസിനോടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു ജസ്റ്റിസ് നൽകണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളെ അറിയണം, മനസ്സിലാക്കണം. നിങ്ങൾക്ക് നൽകേണ്ട എല്ലാ സപ്പോർട്ടും, അത് മെൻ്റൽ സപ്പോർട്ട് ആയിക്കോട്ടെ, ഫിസിക്കൽ സപ്പോർട്ട് ആയിക്കോട്ടെ, ഇമോഷണലി ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് നൽകണം എന്നുള്ളത് അവർ വ്യക്തമായിട്ടും മനസ്സിലാക്കുന്നു. അതായത് ഇപ്പം നിങ്ങളിലേക്കാണ് അവർ കൂടുതൽ കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നതെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഒരു സൺറൈസിങ് എനർജി പ്ലസ് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞു പോയ എന്തോ ഒരു കാര്യം നിങ്ങളുമായിട്ട് പൂർത്തീകരിക്കാനുണ്ട്. നിങ്ങളെ ഒരു നിസ്സാരമായ ബന്ധമായിട്ടോ നിസ്സാരമായ ഒരു വ്യക്തിയായിട്ടോ കാണാൻ പാടില്ല. ഇതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ അർത്ഥവത്തായതുണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അതവരെ സംബന്ധിച്ച് അവരുടെ സോൾ എനർജിയിൽ നിന്നും അവർക്കത് ലഭിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.
അതുപോലെ തന്നെ 7 ഓഫ് സോഴ്സിൻ്റെ എനർജി ഉണ്ട്. ഫേസ് ടു ഫേസ് അവർക്ക് കണക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു പക്ഷേ നിങ്ങൾ അവരെ അത്രത്തോളം വിശ്വസിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് പാസ്റ്റ് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അവർക്ക് ലോസ് വന്ന, അത് സാമ്പത്തികപരമായിക്കോട്ടെ ഇമോഷണലി ആയിക്കോട്ടെ, അവർക്കൊരു ലോസൊക്കെ വന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് നൽകിയതായിട്ടും അവരെ ശരിക്കും പിടിച്ചുയർത്താനായിട്ട് അവരുടെ വീഴ്ചയിലൊക്കെ അവരെ താങ്ങായിട്ട് നിന്നതൊക്കെ നിങ്ങളുടെ ഒരു പ്രസൻസ്, നിങ്ങളുടെ ഒരു വാക്ക്, നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തന്നെ ആയിരുന്നു എന്നതും, നിങ്ങൾ അവരെ ശരിക്കും ഒരുപാട് ഒന്നും അറിയാത്ത പോലെ അവർ അവഗണിക്കുമ്പോഴും നിങ്ങളൊന്നും അറിയാത്തതുപോലെ അവരുടെ പിന്നാലെ ഫോക്കസ് ചെയ്ത ഒരു സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതൊന്നും ഒരിക്കലും പരാതികളില്ലാതെ നിങ്ങൾ മൗനമായിട്ടാണ് കണക്റ്റ് ചെയ്തത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ദുഃഖം വരുമ്പോഴും നിങ്ങൾ ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ചിന്ത അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. ശരിക്കും ഇതിനകത്ത് മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ്. അവർ ചെയ്ത തെറ്റോർത്ത് അവർ വല്ലാതെ ഉരുകുന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇമോഷണൽ പരമാകുന്ന, അതായത് 3 എനർജിയുടെ ഒരു വലിയ പ്രസൻസ് ഇവരിൽ കണക്റ്റഡ് ആണ്. വികാരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോയ ചില കാര്യങ്ങളാണ് നിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. അവരെ സംബന്ധിച്ച് അവർ തേർഡ് സിറ്റുവേഷൻസ് ആയിട്ടും മറ്റു പല കാര്യങ്ങളിലേക്കും അട്രാക്റ്റഡ് ആയി എന്ന് തന്നെ പറയാൻ സാധിക്കും. ഒരു പക്ഷേ അവർക്ക് അവരുടെ മനസ്സിലൊരു പൊസിഷൻ ഉണ്ടായിരുന്നു കാണാം, അവരുടെ ലൈഫിൽ ഒരു സക്സസ്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോ അവർ സ്വപ്നം കണ്ട ഏതെങ്കിലും ഒരു പൊസിഷനിലോ അവർക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു കാണും. ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് അവർ പ്രവർത്തിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതൊക്കെ നിങ്ങളിൽ നിന്നും മാറിപ്പോകാൻ അല്ലെങ്കിൽ ഒരു അകലം പാലിക്കുന്നതിന് കാരണമായതായിട്ടും അവരിപ്പം കറൻറ്റ്ലി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഡെത്ത് എനർജിയുടെ ആണ് കാർഡ് വന്നിരിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് കേട്ടോ. പോസിറ്റീവായ ഒരു സിറ്റുവേഷൻസ് ഈ ഒരു ബന്ധത്തിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മാറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവരേതെങ്കിലും ഒരു സ്പിരിച്വൽ എനർജിയെ ബേസ് ചെയ്ത് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ബ്ലോക്കേജുകളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവർക്ക് അവരുടെ ലൈഫിൽ പ്രതിസന്ധികൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗം അങ്ങനെ ഒരു സിറ്റുവേഷൻസ് അവർക്ക് ഉണ്ടാവാനുള്ള കാരണം എന്തുകൊണ്ട് എന്നുള്ളിടത്ത് നിന്നും നിങ്ങളിലേക്കൊരു റീബർത്ത് എനർജിയിലേക്ക് അവർ വരണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്ക് വളരെ ശക്തമാകുന്ന ഒരു ക്യൂരിയോസിറ്റി എനർജി, അതായത് നിങ്ങളെ അറിയാൻ, നിങ്ങളിലേക്ക് വന്ന് ചേരാൻ, അതായത് അവരുടെ ലൈഫിലെ വെല്ലുവിളികളെ ഒന്ന് അതിജീവിക്കാൻ, അവരനുഭവിക്കുന്ന ഈ ഒരു ബർഡൻ ഇറക്കി വെക്കുക എന്നത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുക എന്ന ഒരു എനർജി ആയിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ അവർ മറ്റാരോടെങ്കിലുമൊക്കെ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാവാം, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നിങ്ങളെ അവർ വാച്ചിങ് ചെയ്യുന്നുണ്ടാവാം. എന്താണെങ്കിലും നിങ്ങളെ അവർ പൂർണ്ണമായിട്ടും അറിയുന്നു, മനസ്സിലാക്കുന്നു, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവർ നിങ്ങളോട് ഒരുപാട് സംസാരിക്കുന്നു എന്നുള്ളൊരു എനർജി വരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു പക്ഷേ നിങ്ങളറിയാതെ ഒരു ടെലിപ്പതി എനർജി പോലെ അവരുടെ പ്രസൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. നിരാശയുണ്ട് അവരുടെ ലൈഫിൽ. അവരൊരു ബൗണ്ടറി ഇട്ടതിന്, അതായത് ഇമോഷൻസിനെ നിങ്ങളുടെ മുന്നിൽ അവർ ഹൈഡ് ചെയ്തു എന്നുള്ള ആ ഒരു കുറ്റബോധം, നിരാശ അവരിൽ വളരെ ശക്തമായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഒരു ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് നിരാശയാണ്. ഒരു പുതിയ തുടക്കം എങ്ങനെ എന്നുള്ളിടത്ത് അവർക്കൊരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബ്ലോക്കേജ് വരുന്നുണ്ട്. കാരണം അവരുടെ ലൈഫിൽ അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്ന് തന്നെ നമുക്കതിനെക്കുറിച്ച് പറയേണ്ടി വരും. അവർ എങ്ങനെയാണ് ഇനി മുന്നോട്ടേക്കെന്നുള്ള ഒരു കൺഫ്യൂഷൻ. പിന്നെ അവരെ സംബന്ധിച്ച് കുറ്റബോധം വളരെ ശക്തമായിട്ടുണ്ട്. പ്ലസ് അവരെ വിടാതെ പിന്തുടരുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ചിലരുടെ എനർജിയിലുണ്ട്. ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് ഫ്യൂച്ചർ പ്ലാനിങ് എല്ലാം ബ്ലോക്കായിട്ട് നിൽക്കുന്നത്, അവരൊരു ഒരു സീറോ എനർജിയിൽ നിൽക്കുന്നതും അവരെ സംബന്ധിച്ച് ഒരു ബ്ലോക്കേജ് ആയിട്ടാണ് കാണുന്നത്. അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് പാസ്റ്റിൽ നിങ്ങളുടെ മുന്നിൽ അവർ ഇമോഷൻസിനെ ഹൈഡ് ചെയ്തത്, അവർ ഇമോഷണൽ ബൗണ്ടറി നിങ്ങൾക്ക് മുന്നിൽ തീർത്തതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും അവർക്കൊരു വേദന ഫീൽ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ കുറ്റബോധം തോന്നുന്നത്. ഒരു പക്ഷേ അവർ മനസ്സുകൊണ്ട് നിങ്ങളോട് ഒരുപാട് മാപ്പ് പറയുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം പറയാം
പറയേണ്ടി വരും. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ആ ഒരു ഈഗോ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് തോന്നിയ ആ ഒരു എന്നാ ധാർഷ്ട്യം എന്നൊക്കെ പറയാം, നിങ്ങൾക്കൊരു വാല്യൂ കൽപ്പിക്കാതെ ഇരിക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ നിങ്ങളെ ശക്തമായിട്ട് അവർ അടിച്ചമർത്തിയ ഒരു സിറ്റുവേഷൻസാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ കേൾക്കാനോ മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ കുരങ്ങ് കളിപ്പിച്ചിട്ടുണ്ടാവും. അവർ ചില സമയങ്ങളിൽ നിങ്ങളെ വല്ലാതെ മിസ്യൂസിങ് ചെയ്ത സിറ്റുവേഷൻസ്, അതായത് നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ച് അവർ കളിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതായത് നിങ്ങളിലേക്ക് വരുന്നത് പോലെ അഭിനയിച്ച് നിങ്ങളിൽ നിന്നും പെട്ടെന്ന് കടന്നു കളയുന്ന ഒരു സിറ്റുവേഷൻസ്, പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരിച്ചിരി ടോർച്ചറിങ് തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതെല്ലാം ഇപ്പോൾ അവരെ സംബന്ധിച്ച് നിരാശയാണ്, ചെയ്തതെല്ലാം അബദ്ധമായി പോയി എന്ന് മനസ്സിലാക്കുന്നു. ഏസ് ഓഫ് പെൻറ്റിക്കിൾസും ഏസ് ഓഫ് കപ്സുമാണ് വന്നിരിക്കുന്നത്. കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്നും, അല്ലെങ്കിൽ അവർക്കൊരു ഉറപ്പില്ലായ്മയിൽ നിന്നും ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക്, റീയൂണിയനിലേക്ക് അവർ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് കുറ്റം ഏറ്റു പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ സ്നേഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ നമുക്ക് അവരുടെ ഇമോഷൻസിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം കാണാൻ സാധിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് ആണ്, മദ്യമറന്ന സ്നേഹമാണ്. അതായത് കുറ്റം പറയുന്നു എന്ന് പറയുന്ന തരത്തിൽ, മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്ന തരത്തിലാണ് നിങ്ങളെ അവർ സ്നേഹിക്കുന്നത്. നിങ്ങളൊരു അബണ്ടൻസ് ആണ്, അതായത് നിങ്ങളൊരു അത്ഭുതമാണെന്ന് പോലും ചിന്തിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരാശയുണ്ട്, അവർ ചിന്തിക്കുന്നതൊക്കെ സാധ്യമാകുമോ, അതോ ഇതൊക്കെ വെറുമൊരു ബർഡനായിട്ട് അവസാനിക്കുമോ എന്നുള്ളൊരു നിരാശ, അതായത് നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അവർക്ക് വാല്യൂ കൽപ്പിക്കുന്നുണ്ടോ, നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ വല്ലാതെ ഒരു ഭാരമായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല അവരെ സംബന്ധിച്ച് അവർക്ക് എടുത്ത് ചാടാനും പറ്റുന്നില്ല. മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ, അതായത് ഒരു പക്ഷേ അവരുടെ ഫാമിലി ആവാം, നിങ്ങളെ കണക്ട് ചെയ്ത് മറ്റേതെങ്കിലും വ്യക്തി ബന്ധങ്ങളാവാം, ഇവരെ വാച്ചിങ് ചെയ്യുന്നുണ്ടോ എന്നും, നിങ്ങളിലേക്ക് അഥവാ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളെ, ഒന്നിലധികം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമോ എന്നൊക്കെയുള്ളൊരു ഭയം ഇവരുടെ ഉള്ളിലുണ്ട്. അതിനപ്പുറത്തേക്ക് അവർ ചുമക്കുന്ന ഒരു ബർഡൻ എന്ന് പറയുന്നത് നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യുമോ, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ ചിന്തകൾ എന്താണ്, നിങ്ങളിപ്പോഴത്തെ അവസ്ഥകളിലൂടെ നിങ്ങളിപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻസോടു കൂടി വളരെ ഫ്രീഡത്തോടു കൂടി കടന്നു പോകുന്നതായിട്ടും മറ്റെല്ലാവർക്കും പ്രിയപ്പെട്ടൊരു എനർജി ആയിട്ടുമാണ് ഇപ്പം നിങ്ങളെ അവർ കാണുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങളൊരു പിടി ഉയരത്തിൽ, ഈ ഒരു വ്യക്തിയെക്കാളും ഒരു പിടി ഉയരത്തിൽ, അവർ എത്രയോ ഉയരത്തിലെത്തണം, ഏതൊക്കെയോ പൊസിഷനിൽ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചുവെങ്കിൽ അതിലും ഒരു പിടി ഉയരത്തിലാണ് നിങ്ങൾ കറൻറ്റ്ലി നിൽക്കുന്നതെന്നുള്ളത് അവരെ വല്ലാതെ തളർത്തുന്നുണ്ട്. കൂടാതെ അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ശരിക്കും അവരൊരു ട്രാപ്പ് എനർജിയിലായിപ്പോയി. അവർ വിജയിച്ചു, അവർ സക്സസ് ആവും, അവരുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ച അവരെ സംബന്ധിച്ച് കറൻറ്റ്ലി നമുക്ക് പറയാൻ പറ്റുന്ന അവരിപ്പോൾ ഒരു ട്രാപ്പ് എനർജിയിലാണ്, സ്റ്റക്നെസ് ആണ്, അൺസാറ്റിസ്ഫൈഡ് ആണ്. അവർക്ക് ചുറ്റും ഇപ്പോൾ ശത്രുക്കളുടെ ഒരു വലയം തീർത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റാതെ, ആരെയും സ്നേഹിക്കാൻ പറ്റാത്ത, ആരിൽ വിശ്വസിക്കണം, ആരോടൊന്ന് മനസ്സ് തുറന്ന് പറയണമെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് ഇപ്പം കറൻറ്റ്ലി ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷയുണ്ട്, ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, ഒരു മാജിക്ക് സംഭവിക്കുമെന്നൊക്കെ ദൃഢനിശ്ചയത്തോടു കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം മാറിത്തിരിഞ്ഞ് വളരെ പോസിറ്റീവായിട്ട് വരുന്നതനുസരിച്ച് വിജയമുണ്ടാകും. ഫ്യൂച്ചറിൽ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങളുടെ മനസ്സിൽ അവർക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അവർക്കായിരിക്കും പ്രാധാന്യം നിങ്ങൾ അവർക്കായിരിക്കും കൊടുക്കുക എന്നുള്ള ഒരു ചിന്ത, ഒരു സെക്കൻഡ് ചാൻസ് എനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം, അവരവിടെ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളൊരു തോട്ട്സൊക്കെ അവരെ കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ മുന്നിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ ഇപ്പം എന്താ പറയുക, ഒരു
നോട്ട് ഗുഡായ സിറ്റുവേഷൻസിലേക്ക്, ഒരു ബാഡ് സിറ്റുവേഷൻസിലേക്ക് പോയിട്ടുണ്ട്. ഒരു പക്ഷേ അവരെ നിങ്ങളിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് മറ്റാരുടെയൊക്കെ 1-2 വ്യക്തികളുടെ പ്രസൻസ് ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇപ്പോൾ അവിടെ ഒരു അൺഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. അവിടെയൊക്കെ അവരെ സറണ്ടർ ചെയ്ത് നിൽക്കുന്നു. അതൊക്കെ വിട്ടുപോയ സിറ്റുവേഷൻസാണ്. ഇപ്പോൾ അവർക്ക് ആരുമില്ല, അവരൊറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ആരുമില്ല അവരെ ഉപദേശിക്കാനോ മാറ്റി ചിന്തിക്കാനോ അവരോട് നല്ലതും ചീത്തയും ഒന്നും പറഞ്ഞു കൊടുക്കാൻ ഉപദേഷ്ടാക്കളൊന്നും തന്നെ അവരുടെ ലൈഫിൽ കറൻറ്റിലി ഇല്ല. ഒറ്റയ്ക്ക് നിൽക്കുന്നു, പ്രതിസന്ധികളെ തരണം ചെയ്യണമെന്ന് സ്വയം ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ് കാണുന്നത്. എന്താണെങ്കിലും അവരെ സംബന്ധിച്ചും നിങ്ങളുടെ എനർജിയെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരു ഡബിൾ എനർജി പ്രസൻസ്, നെഗറ്റീവ് സാഹചര്യം നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ബന്ധത്തെ കണക്റ്റ് ചെയ്ത് നിന്നിരുന്ന ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചും ഒരു പവർഫുൾ എനർജിയിലേക്ക് നിങ്ങളും മാറുന്നുണ്ട്. അവരെ സംബന്ധിച്ചും അവർക്കൊരു മെൻ്റൽ ക്ലാരിറ്റി, തിരിച്ചറിവിലേക്ക് അവരും ചേഞ്ച് ആവുന്നുണ്ട് കറൻറ്റിലി എന്നാണ് കാണുന്നത്. നമുക്ക് നാളത്തെ റീഡിങ്സിൽ ഈ ഒരു റിലേഷനിൽ ഫ്യൂച്ചർ എന്തായിരിക്കുമെന്നും എന്തെങ്കിലും പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നും നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ എടുക്കേണ്ട തീരുമാനം നാളെ കഴിഞ്ഞത്തെ റീഡിങ്സിൽ എടുക്കാം കേട്ടോ.